ഹലോ, അപ്പൊ പുതിയൊരു ജോബ് വേക്കൻസി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണ വേക്കൻസി ഏതാന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ് അടുത്ത ജോബ് വേക്കൻസി. പാർക്ക് ഹയാത്ത് എന്ന ഹോട്ടലിലാണ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ന ജോബ് വേക്കൻസി ഉള്ളത്. അത് ദുബൈയിലാണ് ലൊക്കേഷൻ. റിക്വയർമെന്റ്സ് എന്താണെന്ന് വെച്ചാൽ സെയിം ഫീൽഡിൽ എക്സ്പീരിയൻസ് വേണം. എത്ര ഇയർ ആണെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ അതിനകത്ത് ജസ്റ്റ് ഒരു ഐഡിയ, ഒരു ബേസിക് നോളജ് എങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത്, ഇപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഹോട്ടലിലൊക്കെ റൂമും കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ? അപ്പൊ അതിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലൂടെ. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. മാനേജ്മെന്റ് കണ്ടന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും, വീഡിയോസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അത് സോഷ്യൽ മീഡിയയിലൂടെ എക്സിക്യൂട്ട് ചെയ്യാനും അതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഒക്കെ ഉണ്ടായിരിക്കണം. ബേസിക് അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസ് അത്യാവശ്യമാണ്. പിന്നെ ഡിജിറ്റൽ സേവി, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഈ പറഞ്ഞ സംഭവങ്ങളാണ് അവർ റിക്വയർമെന്റ് ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈസിയായി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ലിങ്ക്ഡിനിൽ തന്നെയാണ് ഈ ഒരു വേക്കൻസിയും വന്നിട്ടുള്ളത്. പാർക്ക് ഹയാത്ത് ഹോട്ടലിലാണ് ദുബൈയിൽ. ഞാൻ സൈഡിൽ കാണിച്ച പോലെ പാർക്ക് ഹയാത്ത് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ അവരുടെ പ്രൊഫൈൽ കാണാൻ കഴിയുന്നതാണ്. അവരുടെ പ്രൊഫൈലിലുള്ള ജോബ്സ് എന്ന കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വേക്കൻസി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ ജോബ് വേക്കൻസി മാത്രമല്ല, ഈ പാർക്ക് ഹയാത്തിന്റെ അണ്ടറിലുള്ള ഏത് ജോബ് വേക്കൻസിയും ഈ ജോബ് എന്ന സെക്ഷനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ന്യൂ അപ്ഡേഷൻ അടക്കം അതിലുണ്ടായിരിക്കുന്നതാണ്. പിന്നെ അടുത്ത ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ജെംസ് എഡ്യൂക്കേഷൻ എന്ന സ്കൂളിലാണ് ഈ വേക്കൻസി ഉള്ളത്. ദുബൈ ആണ് ലൊക്കേഷൻ. ഇതിന്റെ റിക്വയർമെന്റ് ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത് ബാച്ചലർ ഡിഗ്രി അത്യാവശ്യമാണ്. ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ച് ഒരു സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ. ആസ് എ റിസപ്ഷനിസ്റ്റ് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് അത്യാവശ്യമാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് അല്ലെ. ഒരേ സമയം പല ടാസ്കുകളും ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു എബിലിറ്റി ഉണ്ടാവണം. അതുമാത്രമല്ല എക്സലന്റ് ഓർഗനൈസേഷണൽ സ്കിൽസ് അനിവാര്യമാണ്. മെയിനായിട്ട് വേറെ ഒരു കാര്യം പറയുന്നത് സ്ട്രോങ് കസ്റ്റമർ സർവീസ് ആൻഡ് ഇന്റർപേഴ്സണൽ സ്കിൽസ്, അതും അത്യാവശ്യമാണ്. കസ്റ്റമർ സർവീസ് ഒക്കെ പ്രത്യേകിച്ച് അത് നല്ല രീതിയിൽ അവർ ട്രീറ്റ് ചെയ്യണം, അതൊക്കെ അനിവാര്യമുള്ളതാണ്. പിന്നെ മസ്റ്റ് എൻജോയ് പബ്ലിക് കോണ്ടാക്ട് ആൻഡ് ഡീലിംഗ് വിത്ത് കസ്റ്റമർ ഫേസ് ടു ഫേസ്. അപ്പോൾ കസ്റ്റമേഴ്സിനെ ഫേസ് ടു ഫേസ് ആയിട്ട് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ അറിയണം. മാത്രമല്ല പബ്ലിക് കോണ്ടാക്ട് അത്യാവശ്യം ഉണ്ടായിരിക്കണം. എക്സെപ്ഷണൽ ഇംഗ്ലീഷ് സ്കിൽസ് ബോത്ത് ഇൻ വെർബൽ ആൻഡ് റിട്ടൺ, അത് അത്യാവശ്യമാണ്. അങ്ങനെ തുടങ്ങിയ കുറച്ച് സ്കിൽസ് ആണ് ഇവര് റിക്വയർമെന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റെസ്യൂമെ സെൻഡ് ചെയ്യാവുന്നതാണ്. ലിങ്ക്ഡിനിലാണ് ഈ ജോബ് വേക്കൻസി അവർ കൊടുത്തിട്ടുള്ളത്. ഞാൻ സൈഡിൽ കാണിക്കുന്ന പോലെ ജെംസ് എഡ്യൂക്കേഷൻ എന്ന സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രൊഫൈൽ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ നിങ്ങൾ ജോബ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് മാത്രമല്ല, അവരുടെ ഏത് വേക്കൻസിയാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതെല്ലാം അതിൽ കാണാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഒരു ജെംസ് എഡ്യൂക്കേഷന് ഒരുപാട് വിങ്സും ബ്രാഞ്ചസും ഒക്കെ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ടീച്ചേഴ്സിന്റെ ജോബ് വേക്കൻസി ഉണ്ടാവാം, അതേപോലെ തന്നെ അസിസ്റ്റന്റ്, ഓഫീസ് ബോയ് തുടങ്ങിയ ഒരുപാട് വേക്കൻസീസ് തീർച്ചയായിട്ടും അതിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. മാത്രമല്ല ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോബ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള ജോബ് വേക്കൻസീസ് എല്ലാ ദിവസവും 8 മണിക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് ഞങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങൾ ആ ടൈമിൽ ഫസ്റ്റ് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. മാക്സിമം പ്രത്യേകിച്ച് UAE വിസിറ്റിംഗ് വിസയിൽ വന്ന് ബുദ്ധിമുട്ടുന്നവർക്ക് ഈ ഒരു കാര്യം അറിയിക്കുക, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ഉപകാരപ്രദമാവുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. മാക്സിമം ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന വിധം സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ റെസ്യൂമിന്റെ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഈ വീഡിയോ മാത്രമല്ല, മുന്നത്തെ വീഡിയോസും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും അതിൽ ഞങ്ങൾക്കുള്ള ജോബ് വേക്കൻസീസ് അവൈലബിൾ ആയിരിക്കും എന്ന പ്രതീക്ഷയുണ്ട്. നിങ്ങൾക്ക് തോന്നുന്ന എന്ത് ഡൗട്ടും അതെന്തായിക്കോട്ടെ കമന്റ് ചെയ്യുക. ഇനിയിപ്പോ എന്തെങ്കിലും അർജന്റായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. ഞങ്ങൾ Q&A സെക്ഷനിലും ഉൾപ്പെടുത്തുന്നതാണ്. ഇനി സീരിയസ് ആയിട്ടുള്ള
എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഡയറക്റ്റ് ഞാൻ റിപ്ലൈ തരുന്നതാണ്. എന്നെക്കൊണ്ട് കഴിയാവുന്ന വിധം ഞാൻ റിപ്ലൈസ് കൊടുക്കാൻ ശ്രമിക്കുന്നതാണ്. ഒരുപാട് മെസ്സേജസ് വരുന്നത് കൊണ്ട് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസും ലൈക്സും നിങ്ങളുടെ സപ്പോർട്ടുമാണ് ഞങ്ങളെ വീണ്ടും വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അടുത്ത ജോബ് വേക്കൻസിയാണ് IHG ഹോട്ടൽസ് ആൻഡ് റിസോർട്ട് ഗ്രൂപ്പിൻ്റെ വിങ്ങിലോട്ട് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട്. ഡീറ്റെയിൽസൊക്കെ ഞാനിവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എക്സ്പീരിയൻസും അതേപോലെ തന്നെ എന്താണ് റിക്വയർമെൻറ്റ്സൊക്കെ വേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും ലിങ്ക്ഡിനിലാണ് ഈ ജോബ് വേക്കൻസി വന്നിട്ടുള്ളത്. SHG എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ പ്രൊഫൈൽ ലഭിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും അതിൽ പോയി റിക്വയർമെൻറ്റ്സൊക്കെ മീറ്റപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ പോലെ തന്നെ റെസ്യൂമും കാര്യങ്ങളൊന്നും ഒരിക്കലും ക്രോസ് ചെക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഡീറ്റെയിൽസ് എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇവരുടെ റിക്വയർമെൻറ്റ്സും അതേപോലെ എക്സ്പീരിയൻസൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് എന്തെങ്കിലും അപ്ഡേറ്റ്സ് അനിവാര്യമാണെങ്കിൽ അതൊക്കെ ചെയ്തുകൊണ്ട് വേണം റെസ്യൂം സെൻഡ് ചെയ്യാൻ. പിന്നെ എന്താ പറയുക, UAEയിലുള്ള മൊബൈൽ നമ്പറൊന്നും കൊടുക്കാൻ മറക്കരുത് ഒരിക്കലും. പിന്നെ അതേപോലെ തന്നെ ലൊക്കേഷനും കൊടുത്തിരിക്കണം. മാത്രമല്ല ചിലർ എന്നോട് ചോദിച്ചിരുന്നു നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന്, അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന്. തീർച്ചയായിട്ടും പറ്റും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടെയുള്ള അതായത് UAEയിലുള്ളവരെ അപേക്ഷിച്ച് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നവർക്ക് കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും. കാരണം അവരെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും അവർക്ക് എന്താ പറയുക ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനൊക്കെ ഏറ്റവും ഈസി ആയിട്ട് ബാക്കിയുള്ള വിസ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഏറ്റവും ഈസി ഇവിടെ വിസിറ്റും വിസയിൽ വന്നിട്ടുള്ളവർക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രയോറിറ്റി എപ്പോഴും അവർക്കായിരിക്കും. പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ടാലൻ്റ് ഉണ്ട്, നിങ്ങൾ എല്ലാ കാര്യങ്ങളും റിക്വയർമെൻറ്റ്സൊക്കെ ഒരു ഏകദേശം അവർക്ക് സാറ്റിസ്ഫൈ ആവുന്ന വിധത്തിൽ എന്താ പറയുക ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. നാട്ടിൽ നിന്നും ട്രൈ ചെയ്യുക. കാരണം നാട്ടിൽ നിന്നും ജോബ് ഡയറക്റ്റ് കിട്ടിയിട്ട് വന്നിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുക. അത് ഇവിടെ ഇല്ല, വിസിറ്റിങ്ങിൽ വന്നില്ല എന്ന് വെച്ചിട്ട് ട്രൈ ചെയ്യാതിരിക്കണ്ട. കാരണം നാട്ടിൽ ഒരുപാട് എല്ലാവർക്കും ബഡ്ജറ്റ് ഉണ്ടാവണമെന്നില്ല. ഇവിടെ വന്നുകൊണ്ട് നോക്കാനുള്ള ബഡ്ജറ്റ് തീർച്ചയായിട്ടും എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നാട്ടിൽ നിന്നും ട്രൈ ചെയ്ത് നോക്കുക. കാരണം കിട്ടിയാൽ കിട്ടി, മനസ്സിലായില്ലേ? നമ്മളൊന്ന് ട്രൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. നമുക്ക് പ്രത്യേകിച്ച് എക്സ്പെൻസ് ഒന്നും വരുന്നില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നാട്ടിൽ നിന്നും നമ്മൾ റെസ്യൂം സെൻഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. പിന്നെ നാട്ടിൽ നിന്ന് ഇതേപോലെ ജോബ് ഓപ്പണിങ്ങൾ ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. തീർച്ചയായിട്ടും ഞാനത് ഇടുന്നതാണ്. അപ്പോൾ അതും കൂടി നിങ്ങൾ മസ്റ്റായിട്ട് ഡെയിലി ബേസിൽ കാണുക. തീർച്ചയായിട്ടും അതിനിടയിൽ നാട്ടിൽ നിന്നും അപ്ലൈ ചെയ്യാനുള്ള ജോബ് വേക്കൻസീസ് അടക്കം ഞാൻ ഇതിലിടുന്നതാണ്. ഓക്കെ, പിന്നെ മെയിനായിട്ട് ഞാൻ UAE ബേസ്ഡ് ജോബ് വേക്കൻസീസ് ആയിരിക്കും മുൻഗണന കൊടുക്കുക. കാരണം എനിക്ക് UAEയിലെ കാര്യങ്ങളാണ് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത്, ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ മറ്റുള്ള ഗൾഫ് കൺട്രീസിൻ്റെത് എടുത്തില്ല എന്നതല്ല, പക്ഷേ പ്രയോറിറ്റി UAE ഉള്ള ജോബ് വേക്കൻസീസിനായിരിക്കും. ഓക്കെ, അപ്പോൾ ഏറ്റവും ബെറ്റർ ഇവിടെ വന്നിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇനി അല്ലാത്ത പക്ഷം നാട്ടിൽ നിന്നിട്ടും ട്രൈ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. തുടർന്നും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.